പ്രവാസ ലോകത്തെയും നാട്ടിലെ കുടുംബങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് വിമാന കമ്പനികളുടെ സീസൺ കൊള്ള വീണ്ടും സജീവമായിരിക്കുകയാണ്. റംസാൻ പ്രധാരംഭവും സ്കൂൾ അവധിയും ചെറിയ പെരുന്നാളും ഒരേ സമയം എത്തുമ്പോൾ വിമാന ടിക്കറ്റ് നിരക്കിൽ ഉണ്ടാകുന്ന കുത്തനെയുള്ള വർധനവ് സാധാരണക്കാരായ പ്രവാസികളുടെ പോക്കറ്റ് ചോർത്തുന്നതാണ്. ഫെബ്രുവരിയിൽ മിതമായ നിരക്കിൽ ലഭ്യമായിരുന്ന ടിക്കറ്റുകൾക്ക് ഇപ്പോൾ 3 ഇരട്ടിയിലധികം വില നൽകേണ്ട അവസ്ഥയാണ്. കേരളത്തിലെ 4 പ്രധാന വിമാനത്താവളങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് വലിയ തുക ഈടാക്കുന്നത് പ്രവാസികൾക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. ഡിമാൻഡ് വർദ്ധിക്കുന്നത് മുൻകൂട്ടി കണ്ട് വിമാന കമ്പനികൾ നടത്തുന്ന ഈ നീക്കം യാത്രക്കാരുടെ പ്ലാനുകളെ എല്ലാം തകിടം മറിക്കുന്നതാണ്. UAE-യിൽ റംസാൻ പ്രധാരമോ സ്കൂൾ അവധിയൊക്കെ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കൊള്ള വിമാന കമ്പനികൾ നടത്തുന്നത്. UAE-യിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള വിമാന ടിക്കറ്റുകൾക്ക് ഇത്തവണ വലിയ തുക തന്നെയാണ് ഈടാക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ 350 ദിർഹത്തിന് വരെ ലഭ്യമായിരുന്ന വൺ വേ ടിക്കറ്റുകൾക്ക് മാർച്ച് പകുതിയോടെ 1000 ദിർഹത്തിന് മുകളിലാണ് നിരക്ക്. ആകാശക്കൊള്ളയുടെ കണക്കുകൾ ഒന്ന് നോക്കിയാല് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15 മുതൽ 20% വരെ അധിക വർധനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ പ്രധാന വിമാനത്താവളങ്ങളായ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് UAE-യിലേക്കുള്ള നിരക്ക് സാധാരണയേക്കാൾ 150% വർദ്ധിച്ചു കഴിഞ്ഞു. നാട്ടിൽ നിന്ന് UAE-യിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വൺ വേ ടിക്കറ്റിന് 20,000 രൂപ മുതൽ 28,000 രൂപ വരെ നൽകേണ്ട അവസ്ഥയാണ്. എന്തുകൊണ്ടാണ് നിരക്ക് വർധന എന്ന് ചോദിച്ചാൽ, നിരക്ക് വർധനയ്ക്ക് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. മാർച്ച് 20 എത്തുന്ന ചെറിയ പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്നവരുടെ തിരക്ക്. UAE-യിലെയും ഇന്ത്യയിലെയും സ്കൂളുകൾക്ക് ഒരേ സമയം അവധി ലഭിക്കുന്നത് കുടുംബങ്ങൾ ഒന്നിച്ചുള്ള യാത്രകൾ വർദ്ധിപ്പിച്ചു. മാർച്ച് പകുതിയോടെ പരീക്ഷകൾ കഴിയുന്നതോടെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ യാത്ര ചെയ്യുന്നത് ഡിമാൻഡ് കൂട്ടും. ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലെ അവസ്ഥ എന്താണെന്ന് കൂടി പറയാം. കേരളത്തിന് പുറമെ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നും UAE-യിലേക്കുള്ള നിരക്കിലും വലിയ വർധനമുണ്ട്. മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് മാർച്ച് അവസാന വാരത്തിൽ 15,000 രൂപ മുതൽ 22,000 രൂപ വരെയാണ് വൺ വേ ടിക്കറ്റ് നിരക്ക്. ഡൽഹിയിൽ നിന്നുള്ള യാത്രക്കാർക്ക് 25,000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്നു. യാത്രക്കാർക്ക് ചില നിർദ്ദേശങ്ങളും ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനായിട്ട് ചില മാർഗങ്ങളുമെല്ലാം വിദഗ്ധർ പറയുന്നുണ്ട്. മാർച്ച് 19 മുതൽ ഏപ്രിൽ 10 വരെയുള്ള പീക്ക് സീസൺ ഒഴിവാക്കി യാത്ര പ്ലാൻ ചെയ്യുന്നത് ലാഭകരമായിരിക്കും. നേരിട്ടുള്ള വിമാനങ്ങൾ ഒഴിവാക്കി മസ്കറ്റോ, കുവൈറ്റോ വഴി കണക്ഷൻ ഫ്ലൈറ്റുകൾ തിരഞ്ഞെടുക്കുന്നതും ടിക്കറ്റ് ചിലവ് കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ റംസാന്റെ ആദ്യ പകുതിയിൽ യാത്ര പ്ലാൻ ചെയ്യുന്നതും ബഡ്ജറ്റിൽ ഒതുങ്ങാൻ നിങ്ങളെ ഒരുപക്ഷെ സഹായിക്കും. ഉത്സവ സീസണുകളിൽ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികളുടെ രീതി വർഷങ്ങളായി തുടരുന്ന ഒന്നാണെങ്കിലും ഇത്തവണ വർധനവ് അമിതമാണ്. ആഘോഷങ്ങൾക്കായി കുടുംബത്തോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഈ നിരക്ക് വർധന വലിയ തിരിച്ചടി തന്നെയാണ്. കണക്ഷൻ ഫ്ലൈറ്റുകളെ ആശ്രയിച്ചും യാത്രയുടെ സമയം പുനഃക്രമീകരിച്ചും ഒരു പരിധിവരെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സാധിക്കുമെങ്കിലും സർക്കാർ തലത്തിലുള്ള ഇടപെടലുകൾ ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. പ്രവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ കൂടുതൽ സർവീസുകൾ അനുവദിക്കുന്നത് നല്ലതായിരിക്കും. കൃത്യമായ പ്ലാനിങ്ങിലൂടെയും മുൻകരുതലിലൂടെയും ഈ പ്രതിസന്ധി മറികടന്ന് പെരുന്നാൾ മധുരം നുകരാൻ എല്ലാവർക്കും സാധിക്കട്ടെ.